നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്ം MJ അങ്കിൾ, മധു അങ്കിൾ. ഹായ്, വെൽക്കം മീനൂട്ടി. താങ്ക് യു മധു അങ്കിൾ. പറഞ്ഞോ തന്നെ ചെയ്തു. ആര്യ ചേച്ചി, മധുമാമ, എന്റെ ഗ്രീൻ ബേബി കണ്ടില്ലേ? അതെ അതെ, ഗ്രീൻ ഇത്ര ബേബി. കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ഈ കൈകളിൽ ആദ്യം കിട്ടി തോന്നല്. ആണോ? ഞാൻ അറിഞ്ഞില്ല. ആലോചിച്ച് ഓമനിച്ച് വളർത്തി ഇപ്പൊ പൊര നിറഞ്ഞ് കവിഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ടല്ലേ അച്ഛൻ അത് വളർത്തിക്കൊണ്ടുവന്ന. പോയിന്റ്. അതെ, ഞാൻ അംഗീകരിക്കുന്നു, അതിനോട് ഞാൻ ഇടയ്ക്ക് യോജിക്കുന്നു. മോള് എന്നെ മറന്നുപോയെങ്കിലും ഇതെന്തിനാ ഞാൻ എന്ത് ചെയ്യുന്നു? അതെ, ഇടയ്ക്കിടയ്ക്ക് മറക്കുമല്ലോ. ഞാൻ മറന്നൊന്നുമില്ല. ഞാനിവിടെ വരാത്ത അത്രയും വർഷം എന്നെ വിളിച്ചോ? വിളിച്ചു. എന്റെ റിസൾട്ട് വന്നപ്പോ വിളിച്ചില്ലേ എന്നെ? എന്നെ ഒരു സീസണിൽ കംപ്ലീറ്റ് മറന്നുപോയായിരുന്നു. മധുങ്ങളെ ചുമ്മാ പറയരുതേ. ഞാൻ മധുങ്ങളെ വിളിക്കായിരുന്നു, ആന്റിയെ വിളിക്കായിരുന്നു ഒക്കെ. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നറിയോ? എനിക്കിപ്പൊ കാണുമ്പോ ഇപ്പൊ നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുന്നില്ലേ, എന്നിട്ട് നമ്മൾ കൊറേ ദിവസം കാണാണ്ടിരുന്നു വെച്ചോ, പിന്നെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം കാണുമെന്ന് വെച്ചോ, അപ്പൊ ഇന്ന് ഈ കമ്പനി എവിടെ നിർത്തിയോ എനിക്ക് അന്ന് അതേ ഇതില് സംസാരിക്കാൻ പറ്റും. സെയിം ആയിരിക്കും. എനിക്ക് അങ്ങനെ സ്കില്ലുണ്ട്. വലിയൊരു കഴിവാ. അങ്ങനെ എനിക്ക് പറ്റുന്നുള്ളൂ. എവിടെ സംസാരിച്ച് നിർത്തിയോ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യും. അതേ ഇഷ്ടം എനിക്ക് അപ്പൊ ഉണ്ടാവും. അങ്ങനെ അല്ലാതെ അത് എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല. ഓരോരോ പ്രശ്നങ്ങൾ മീനൂട്ടുണ്ട്. പാവം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തന്നെ ടോപ്പ് സിംഗർ സീസൺ 25 നമുക്കിപ്പോ അനൗൺസ് ചെയ്യാം. അതെന്തിനാ അപ്പൊ എനിക്ക് ഇതേ ഇതില് സംസാരിക്കാനോ? അങ്ങനല്ല, അപ്പോഴും മീനൂട്ടി തന്നെ ആയിരിക്കും ഇവിടെ. ഓ, അതുകൊണ്ടാണോ? 3-4 പിള്ളേരും കാണും. ഇന്ന് തൽക്കാലത്തേക്ക് ഓൾറെഡി ജനിച്ച് നന്നായി പാടുന്ന ഒരു കൊച്ചു വരുന്നുണ്ട്. വിളിച്ചാലോ? എത്ര പ്രായമായി കാണും? അത് ഏകദേശം ഒരു 12-13. അല്ലേ? ഓക്കെ, വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. എത്ര വയസ്സുണ്ട് ദുർഗക്കുട്ടിക്ക്? എനിക്ക് 13. ഓ, കറക്റ്റാ പറഞ്ഞത്. ഗസ് ചെയ്തതാ. ഈ ഉടുപ്പിന്റെ കളർ അടിപൊളിയാണല്ലോ. നല്ല വയലറ്റ് കളർ. അതെ, വയലറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഒരു കാര്യം? ഇവിടെ മീനി ചേച്ചി MJ സാറും ആ. ഒരാളെ ഒരു പേര് വിളിക്കാറുണ്ട്. ആ പേര് എന്റെ വീട്ടിൽ ഒരാളെ എന്റെ അമ്മൂമ്മ വിളിക്കാറുണ്ട്. നമ്മള് രണ്ടാള് വിളിക്കുന്നോ? ഈ ഫ്ലോറിൽ എന്നും മീനി ചേച്ചി വിളിക്കാറുണ്ട്. ഇവിടെ ഉണ്ടോ അയാളിപ്പം? അതാരാ? റിപ്പീറ്റ്. രാഘു. രാഘു. അതെ, രാഘു. രാഘു ആരെയാ വിളിക്കുന്നേ? എന്റെ അമ്മൂമ്മ അച്ഛനെ സേവ് ചെയ്തേക്കുന്ന ഫോണില് രാഘുമോൻ കോളിംഗ്. അല്ല, അപ്പൂപ്പന്റെ പേരെന്താ? ചേട്ടന്റെ പേരെന്നാ? അച്ഛന്റെ പേര് രാകേഷ് എന്ന്. അതാണ് ഇവിടെ രാകേഷ്. രാഘു. അതെ, ഇങ്ങനെ വരില്ലേ? രാഘുമോൻ കോളിംഗ്. നമുക്ക് രാഘുമോൻ സേവ് ചെയ്യാൻ അപ്പൊ അങ്ങനെ വരുമല്ലോ. വരും. ട്രൂ കോളറിലൊക്കെ അങ്ങനെ കറക്റ്റ് വരും. രാഘുമോൻ കോളിംഗ്. നമ്മുടെ രാഘുമോൻ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് അനുരാഗുവാ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? മഴമേഘച്ചേലിൻ പൂരം മനതാരിൽ ചേരും നേരം. അപ്പൊ എന്ത് എന്തുപറ്റി? അല്ല, ഇത്രയൊക്കെ സംഭവിച്ചപ്പോ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഇല്ല, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? മാമയിലാടാൻ നീ കൊതിക്കുന്നു. അതിനാണ് ഇത്രയും ഭയങ്കര കാര്യം പറയുന്നത്. നേരെ പറഞ്ഞ പോലെ കൊതിയുണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതിനൊരു സുഖം ഇല്ലല്ലോ MJ സാർ. അത് ഇങ്ങനെ പറയുമ്പോ വളഞ്ഞു മൂക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമില്ലേ? അതാണത്. ഈ പാട്ട് ഇങ്ങനെയാണോ? മഴമേഘച്ചേലിൽ പൂരം മനതാരിൽ ചേരും. അല്ല, ഇതല്ല. എല്ലാരും വിനീതേട്ടൻ പാടിയത് യെസ്. മ്യൂസിക് ഇളയരാജ സാർ, എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ സാർ, പാടിയത് ശ്വേതാ മാമും വിജയ് യേശുദാസ് സാറും. മൂവി കഥ തുടരുന്നു. ഇയർ 2010. ഡ്യുവറ്റാണ് ഒറ്റക്ക് പാടാൻ പോകുന്നത്. ഇന്ന് ആരൊക്കെ കൂടെ വന്നിരിക്കുന്ന ദുർഗക്കുട്ടിയുടെ? ഇന്ന് കൂടെ എന്റെ 2 കുഞ്ഞമ്മമാരും സോമി കുഞ്ഞമ്മയുടെ മോള, പിന്നെ അഞ്ജലി ചേച്ചി. ആഞ്ജലിയോ? അഞ്ജലി അല്ലേ? അഞ്ജലി അഞ്ജലി. ശരി, അത്രയും പേരാ സ്പെഷ്യൽ. നേരിട്ട് കേൾക്കാൻ പോകണല്ലേ നമ്മൾ പാട്ട്? അതെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. All the best. Thank you.
ഗുഡ് മോളെ, വെരി ഗുഡ്. ദുർഗു, എന്തോ സന്തോഷമുണ്ടോ? ആ. എത്ര സന്തോഷമുണ്ട്? കുറച്ച് ഇത്തിരി, ഒത്തിരി, ഒത്തിരി, ഒത്തിരി. എത്ര സന്തോഷം? മൂന്നാമത്തെ. ശരി, ആ സന്തോഷത്തിന് ഒന്ന് കൂട്ടാമോ? കൂട്ടിയിട്ട് സന്തോഷം എന്ന് പറഞ്ഞാ ഒത്തിരി. എങ്ങനെ? ഒത്തിരി. അത് പോലെ അതേ നോട്ട്. ഒത്തിരി. ആ അത് കുറഞ്ഞു ഒത്തിരി കുറഞ്ഞു വരിക. ശരിയാ. അതെന്താ വെച്ചാ സംഭവം എന്താ വെച്ചാ, ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ പാട്ട് പാടേണ്ടത്. അതിൽ സന്തോഷം കുറഞ്ഞു പോയ പോലെ അങ്കിളിന് തോന്നുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായ? കുറച്ചുകൂടെ വൈബ്രന്റ്, ജോയ്ഫുൾ. നമുക്ക് എന്തോ ഇപ്പൊ മീനൂട്ടിക്ക് ഓസ്കാർ കിട്ടിയെന്ന് വെച്ചോ, എന്തോരായിരിക്കും നമുക്ക് സന്തോഷം അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും മീനൂട്ടിയുടെ സന്തോഷം? എങ്ങനെയായിരിക്കും ഓസ്കാർ കിട്ടിയ? ബോധം കെട്ടി വീഴും. ബോധം പോവും. അതെ, മീനൂട്ടി ഇപ്പൊ തന്നെ ആലോചിച്ച് നെടുവീർപ്പൊക്കെ. അപ്പൊ ദുർഗുവിന് ആ സന്തോഷം വരാനുണ്ട് ഈ പാട്ടില്. സി, നമ്മുടെ മനസ്സിന്റെ ഇമോഷൻസ് എങ്ങനെ നമ്മുടെ ആലാപനത്തിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഇത്തരം പാട്ടുകൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ സന്തോഷം കൊണ്ടുവരാൻ പറ്റിയാലാണ് ഇതിന് 100% നമുക്ക് നീതി പുലർത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ പെറുക്കി പാടണം. അപ്പൊ അങ്ങനെ ഒന്ന് പാടിക്കേപ്പിച്ചേ. മഴമേഘച്ചേലിൻ പൂരം മനതാരിൽ ചേരും നേരം മാമയിലാകാൻ നീ കൊതിക്കുന്നു പൊൻപീലികളാടും മാൻമിഴിപ്പെണ്ണേ. ഇത് ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നു. വണ്ടി ഇപ്പൊ തിരുവനന്തപുരത്തോട്ടാണ് പോണെങ്കിൽ ഇപ്പൊ ആറ്റിങ്കൽ വരെ എത്തി. കുറച്ചും കൂടെ ദൂരമുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് കഴക്കൂട്ടത്തെങ്കിലും എത്തിയിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞേനെ. പക്ഷെ അത് എത്തിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ താമരയല്ലികളോടെ, അതെങ്ങനെ പാടും? ഓടെ. താമരയല്ലികളോടെ താഴ്വര പൂത്തൊരു കാലം. അത് കഴിഞ്ഞിട്ടുള്ള താരക സുന്ദരി സൂപ്പർ ആയിരുന്നേ. താങ്ക് യു. ശബ്ദം ചില ഇടങ്ങളിലുണ്ടല്ലോ, ആഹാ, നല്ല രസമായിരുന്നു. ദുർഗക്കുട്ടി, എന്തോ എനിക്ക് ഇഷ്ടമായി പാടിയത്. കാരണം പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ കാരണം ആ ശബ്ദം നല്ല ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണ് കേട്ടോ. ഇപ്പോഴും ആ ഒരു കുട്ടിത്തം വിട്ടു മാറാത്തൊരു ശബ്ദം ഇപ്പോഴും ഉണ്ട്. ചരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചരണം കഴിഞ്ഞിട്ട് വന്ന പല്ലവി, ഈ പണ്ടത്തെ ഒരു വിറയില്ലേ, ഒരു വൈബ്രേഷൻ, അത് ചില ലൈൻസിൽ വരുന്നത് ഇപ്പൊ തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. മൊത്തത്തിൽ എനിക്കിപ്പോ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്. ദുർഗക്കുട്ടി, എന്തോ ആ ചിരി എപ്പോഴും അങ്ങനെ വെച്ചോട്ടോ. ആ ചിരി അങ്ങ് മാറ്റേ വേണ്ട. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതാണ് നമ്മുടെ ദുർഗക്കുട്ടിയുടെ ഹൈലൈറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് ആ ചരണമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമായിട്ട് വന്നു ചരണവും അവസാനത്തെ പല്ലവിയും. എന്താ പറയാ, നമ്മളിങ്ങനെ വിഷയയില്ലേ, ഒന്നും കൂടെ ദുർഗക്കുട്ടി പാടിയിരുന്നെങ്കിൽ ആദ്യം തൊട്ട് ഇത് നല്ല ഭംഗിയായിട്ട് ഈ പാട്ട് മുഴുവൻ വന്നേനേന്ന് തോന്നി. പക്ഷെ നമുക്കൊരു ചാൻസ് അല്ലേ ഉള്ളൂ, ഒരു പ്രാവശ്യമല്ലേ പാടാൻ പറ്റൂ. യെസ്. പിന്നെ ഒരു ഡൗട്ട് തോന്നിയത്, പിച്ച് അപ്പ് ചെയ്യണോന്നൊരു സംശയം തോന്നി പിന്നെയും. എനിക്ക് എന്താണെന്നറിയില്ല, മേളിൽ ഒരുപാട് സ്ഥലം കിടക്കല്ലേ ദുർഗക്കുട്ടിക്ക് മേളിൽ പാടാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഇതില് ഏറ്റവും ഹയസ്റ്റ് വരുന്ന പോർഷൻ അങ്ങകലെ മാനം തെളിഞ്ഞയാണ് അല്ലേ? ഇതിപ്പോ ഏതാ സ്കെയില് വരുന്നേ? ജി ഷാർപ്പ്. ജി ഷാർപ്പ്. അങ്ങകലെ അങ്ങകലെ മാനം തെളിഞ്ഞി ഇങ്ങരികെ മേളം മേളം കവിഞ്ഞി ജന്മത്തിൻ വള്ളത്തിൽ മിന്നും പൊന്നു കുന്നോളം. ബെറ്റർ. യെസ്. സ്നേഹത്തിൻ ചെല്ലത്തിൽ വിത്തും മുത്തും ധാരാളം ചൊല്ലു ചൊല്ലു നേരാണല്ലേ കുഞ്ഞിത്തത്തമ്മേ. ആഹാ, ദുർഗുവിന്റെ വോയിസിന്റെ സ്ട്രെങ്ത് മുഴുവൻ കിടക്കുന്നത് ആ ഒരു ഹയർ റേഞ്ചിലാണ്. ഇപ്പോഴാണ് ഇപ്പൊ കറക്റ്റ് എഫക്ട് കിട്ടിയത് നമുക്ക്. വോയിസ് നല്ല ബ്രൈറ്റ് ആയി. ടേക്ക് പോവാം. പല്ലവി ഈ പിച്ചിൽ പാടി കേക്കട്ടെ. മഴമേഘച്ചേലിൻ പൂരം മനതാരിൽ ചേരും നേരം മാമയിലാകാൻ നീ കൊതിക്കുന്നു പൊൻപീലികളാടും മാൻമിഴിപ്പെണ്ണേ. മണിമാറിൽ മാറിച്ചില്ലിൻ മുനമെല്ലെ കൊള്ളും പോലെ നീ കിണുങ്ങുന്നു പൊൻതേൻ മൊഴിയാകും പഞ്ചമി പെണ്ണേ. നക്ഷത്രക്കണ്ണിൽ നാണത്തിനോളം നല്ലോമൽ ചുണ്ടിൽ നാടൻ പാട്ടിൻ നീളം നിറയുന്നില്ലേ അകമാകെ കിലുകിലെ ഒഴുകും പുഴഗീതം
ഇവിടെയാണ് ദുർഗുവിന്റെ വോയിസ് കിടക്കുന്നത്. സത്യം നല്ല ബ്രൈറ്റായി വോയിസ്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പം പിച്ച് വളരെ കെയർഫുള്ളി സെലക്ട് ചെയ്യാം. നമ്മളിപ്പോ ഈ റൗണ്ട് എത്തിയില്ലേ, അപ്പൊ നമ്മൾ ഓരോ ഈ പാട്ടിന്റെ ഓരോ എലിമെന്റ്സും ഓരോ കമ്പോണൻസും നമ്മൾ സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്ത് പാടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രേ ഉള്ളൂ, അത് സൂക്ഷിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ മാർക്കിൽ പോണ്ടേ? ഞാനിവിടെ ബ്ലോക്ക് ആയിട്ട് എടുത്തു വെക്കാൻ പോണേ. ഒരു 35, വേറൊരു 35, പിന്നെ ഒരു 20, പിന്നെ ആഞ്ഞിലി ചേച്ചിക്ക് ഒരു 5, പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു 2. എല്ലാം കൂടെ ചേർക്കുമ്പോ എത്രയായി? ഞാൻ കൂട്ടി നോക്കില്ല. അയ്യോ, ഒരു 35, ഒരു 35, 70 അപ്പൊ എത്രയായി? 70. ഒരു 20. അപ്പൊ എത്രയായി? 70 20 20 90. 90. പിന്നെ ആഞ്ഞിലി ചേച്ചിക്ക് 5 5 5 അപ്പൊ എത്രയായി? 85. 90 + 5 85 പിന്നെ അച്ഛനും അമ്മയ്ക്ക് 2 മാർക്ക്. 97. Yeah, it is 97 out of 100 for Durgu today. Thank you. ദുർഗക്കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റാ. ഇനി പാടാൻ എത്താൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ടോപ്പ് സിംഗറിന്റെ മെയിൻ ആയിട്ടൊരു കുഞ്ഞുമണിയാണ്. ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫാൻ ബേസ് ഒക്കെ ഉള്ള, നമ്മൾ ഇടയ്ക്ക് ഗ്ലൂം കുട്ടി എന്ന് വിളിച്ച് പിന്നെ നമുക്ക് മനസ്സിലായി അത് ഗ്ലൂം അല്ലായിരുന്നു, അത് ശ്വാസം മുട്ടലായിരുന്നു. മുട്ടിയതാണ് ആ സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെയുള്ള ഒരാള്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ് വരാൻ പോകുന്നത്. നമ്മുടെ എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ ഓൺ സ്റ്റേജ്. White and white. എന്ത് നല്ല ഉടുപ്പാ. ബേബി പിങ്ക്. ബേബി പിങ്ക്, ഒരു ബേബി ഇൻ പിങ്ക്. ശരിക്കും. ബേബി ഇൻ പിങ്ക്. Pinky Ponky. മറ്റേ പഞ്ഞിമുട്ട കിട്ടില്ലേ, അതെ അതെ, അതുപോലെ ഉണ്ട്. Cotton ആ ശരിക്കും Cotton candy കഴിക്കുന്ന പോലെയുണ്ട്. പോലെയുണ്ട്. പഞ്ഞിമുട്ടായി കുട്ടി. എന്തോ Okay. എന്തായാലും ഒരു മാലാക്ക കുട്ടിയാണ് അല്ലേ? ആ, പറന്നു വന്നതാണോ? നടന്നല്ല നടന്നു. ഒരു വെറൈറ്റിക്ക് നടന്നു വന്നതാ. ഒരു ചിറക് തന്നാലോ? ഒന്ന് പറക്കാൻ പറ്റുമോ? ആണോ? ആ. അടുത്ത ദിവസം ഫിറ്റ് ചെയ്ത് തരാം കേട്ടോ. ആ. ഒരു ചിറക് പറക്കാൻ. ഒരു ചിറകേ തരുള്ളൂ, 2 തരില്ലായിരുന്നു. ഇല്ല, ഒരെണ്ണം. അപ്പുറത്തും ഇപ്പുറത്തും വെക്കണ്ട. ഒരെണ്ണം വെച്ചാ പറക്കാൻ പറ്റില്ലേ? ഇല്ല, ബാലൻസ് ഇങ്ങനെ ചെരിഞ്ഞു പോകും. അതെ. ഏതാണ് സൈഡിലേക്ക് പാട്ട്? പോലെ സൈഡിലേക്ക്. അതെ. ഏതാ പാട്ട് എന്ന് എസ്തർ കുട്ടിയുടെ? കുട്ടുവാൽ കുറുമ്പി പാടാൻ വാ. ഓ, ആ പാട്ടാ. ആര്യ ചേച്ചിയുടെ റൗണ്ടാ പെർഫോമൻസ്. ആ പെർഫോമൻസ് ആണോ? അതെ ആണ് എന്റെ ഫേവറേറ്റ് റൗണ്ട് അല്ലേ? യെസ്. ഡീറ്റെയിൽസ് അറിയോ എസ്തർ കുട്ടിക്ക്? സിനിമ നാട്ടുരാജാവ്, മ്യൂസിക് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ സ്വന്തം ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് MG ശ്രീകുമാർ സാർ, വർഷം 2004. വെരി ഗുഡ്. മിടുക്കി. താങ്ക് യു. ഈ പാട്ടിന്റെ എന്തെങ്കിലും കഥകൾ, Memories. എന്തെങ്കിലും ഓർമ്മകളുണ്ടോ MJ അങ്കിൾ? എന്റെ ആദ്യത്തെ പാട്ട് പാടിയത് ആരാണെന്ന് അറിയാം? ആരാ? MG ആണ് ഞാൻ. ഓ, മൈ വെരി ഫസ്റ്റ് സോങ് ഫോർ ഫിലിംസ്, ചന്ത എന്ന് പറഞ്ഞ സിനിമയില്. അപ്പൊ MG അണ്ണൻ കുറെ പാട്ടുകൾ പാടിന. മെയ് മാസം മനസ്സിനുള്ളിൽ ചെറിപ്പൂക്കൾ ചിരിക്കാറ്റിൻ, അങ്ങനെ പാട്ടുണ്ട്. അതെ. അപ്പൊ അതുപോലെ ആ ശ്രേണിയില് അദ്ദേഹം പാടിയ ഒരു അത് ഞാൻ പാട്ടാണ് ഇവിടെ എനിക്ക്. പാടിയിട്ടുണ്ടല്ലേ. എനിക്കറിയാം, ഏപ്രിൽ മാസം കാതല, അങ്ങനെ എന്തോ ലൈനില്ലേ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ എസ്തറൂട്ടൻ പാടിയത് ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് MG അണ്ണനിലായിപ്പോയി. നമ്മുടെ ഗ്ലൂം കുട്ടിയെ മറന്നുപോയി. അയ്യോ, ഇപ്പൊ ഓർക്കും. ഈ പാട്ട് കേൾക്കുമ്പോ വീണ്ടും അതെ, ഓർക്കും. വീണ്ടും ഓർക്കും. അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോണ്ടേ? ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പാടാം നമുക്ക്. All the best. താങ്ക് യു.
ബിലാല് ലെബനോണിലെ സുന്ദരി ആരാണ്? ഞാൻ കുട്ടുവാൽ കുറുവി ആരാണ്? ഞാൻ തന്നെ. ആണോ? ഈ പട്ടുനൂൽ പാട്ട് പാടിയതാരാണ്? അത് ഞാൻ തന്നെ. ആണോ? ആഹാ, അവിടെ നിന്നൊരു മെലഡി ഇങ്ങനെ നമ്മുടെ പിങ്കി ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ വന്ന് പാടിയ പോലെ ഉണ്ട് കേട്ടോ. mic എടുത്ത്. ഒരു മെലഡി തന്നെ സ്വന്തമായിട്ട് പാടുക. അതെ 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 ആ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കേട്ടാലേ മാലാഖമാര് പോലും പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കും. എങ്ങനെ എങ്ങനെ പാടണേ? എങ്ങനെയൊക്കെ പാടും. എനിക്ക് ആ അനുപലയിലൊക്കെ കുറെ വായിക്കൊള്ളാത്ത വാക്കുകള് പാവം കേട്ടാ. അത് നല്ല രസമുണ്ട്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. Yes. അല്ല കുഞ്ഞേ, ആ അതെന്തായിരുന്നു ആ ചരണത്തിന്റെ അവസാനത്തുള്ള വരികൾ എന്തൊക്കെയായിരുന്നു? നീലമേഘമേ നീ അറിഞ്ഞുവോ ഇന്നെൻ കല്യാണം, ഓ നിന്നെ ഒരുക്കിയിരുത്താനാരെ പോരുന്നു സ്വർണ്ണമാനുകൾ കൺതടങ്ങളിൽ സ്വർണ്ണമാനുകൾ കൺതടങ്ങളിൽ കണ്ണാൽ നുള്ളുമ്പോൾ നിന്നെ ഒരാളുടെ നിന്നെ ഒരാളുടെ പൊൻവിരലാലി പിന്നെ രാജുവിന്റെ പൊന്നിന്റെ അയ്യോടാ. രസമുണ്ടായിരുന്നു കേട്ടോ. അത് കേൾക്കാൻ അത് നേരെ തന്നെ ഒരു ഭയങ്കര- ക്യൂട്ട്നെസ് കേൾക്കാൻ അത് വേണ്ടിട്ട്. കഴിഞ്ഞിട്ടുള്ള നിന്നെ ഒരാളുടെ പൊൻവിരലാലി പട്ടിൻ പൂച്ചാർത്തും അകലെ മലയോരം പരുമീരതമേതോ ഒരു നൂറാസൂര്യൻ എന്ന പോലെ മെല്ലെ ചിലു ചിലു ചിപ്പിലൊരു ചെറു പുഞ്ചിരി നീ ഒളിച്ചു വെച്ചു. ചിലു ചിരി ചുപ്പി ഒരു ചെറു പുഞ്ചിരി നീ ഒളിച്ചു വെച്ചു. ആ അവിടെ ഒരുപാട് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ് കേട്ടോ. അത് ഒളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസം. അതുപോലെ മെഴുതിരി പൂതരാം ഞാൻ, അതെങ്ങനെയായിരുന്നു? മെഴുതിരിപ്പൂത്തരം ഞാൻ. അത് ഭയങ്കര ഡിയർ ആയിട്ട് തോന്നി കേട്ടോ. Thank you. ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് തോന്നി. ഈ ടാലന്റ് എന്ന് പറയുന്ന സാധനം അത് നമുക്ക് എവിടെയും വിലക്ക് വാങ്ങിക്കാൻ കിട്ടുമോ? മാർക്കറ്റിൽ പോയാൽ കിട്ടുമോ? കിട്ടുമോ ക്യാപ്റ്റൻ? ഏയ് ആ. എവിടൊന്നും കിട്ടില്ല. എത്ര രൂപ കൊടുത്താലും കിട്ടും അത്? എത്ര പൈസ കിട്ടത്തേ കൊടുത്താലും ഇല്ല. കിട്ടാൻ പോണില്ല. അതാണ്, അത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടായി വന്ന ഒരു പിങ്കി പ്രോമിസ് ആണ് ഇവിടെ നിൽക്കുന്നത്. അങ്കിൾ ഒത്തിരി ഇഷ്ടപ്പെട്ടെ കേട്ടോ. Thank you. ഓഫ് കോഴ്സ് ഇത് ഒത്തിരി ടഫാണ്. ഈ പാട്ട് പാടാനായിട്ട് ഒത്തിരി ടഫാണ്. ആ അത് എൻ്റെ കുഞ്ഞ് എത്രയും ആ കുഞ്ഞിനെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അത് ചെയ്തിട്ടുണ്ട്. അതാണ് അങ്കിളുടെ സന്തോഷം. ഓക്കെ, പട്ടുവായി കുറുമ്പി പാടുക, പട്ടുനൂൽ പാട്ടൊന്നും ഇട്ടുക. മെഴുതിരിപ്പൂത്തരം ഞാൻ, ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാം. ഈ പൂങ്കാറ്റിൽ ഒലിവില പന്തലിടാം. എത്ര കുട്ടി എന്തോ എന്തായാലും ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ചതാണല്ലേ? അല്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചതാ. അതെ, അതെ. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അല്ലേ? ആ ഇഷ്ടപ്പെട്ടതിന് ശേഷം കഷ്ടപ്പെട്ടു, പിന്നെ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് വീണ്ടും പാടി അല്ലേ? ആ അത് കേട്ടപ്പോ മനസ്സിലായി. ഇപ്പൊ MJ പറഞ്ഞ പോലെ നല്ല ക്യൂട്ടാണ് പാടണ, കാണാനും കേൾക്കാനും. ഈ ഫസ്റ്റ് പാട്ട് കേൾക്കുമ്പോ അത്ര ഇഷ്ടാവില്ല, പിന്നെ കേട്ട് കേട്ട് വരുമ്പോഴാണ് എനിക്ക് ഇഷ്ടം ഭയങ്കര കൂടി കൂടി ഇഷ്ടം. വരണത്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണല്ലേ? എന്തായാലും പാട്ട് സെലക്ഷൻ കൊള്ളാം. താങ്ക് യു. ആ ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് ഈ പാട്ടൊക്കെ. കാരണം ആ കുരുന്നു വായില് ഈ അക്ഷരങ്ങളൊന്നും ഒതുങ്ങുന്നില്ല, കൊള്ളുന്നില്ല അത്. എനിക്ക് തോന്നി ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എന്റെ കിനാവിലെ മുത്തിനെ വാഴ്ത്തും. അതിന്റെ നോട്ടെന്താ? എന്റെ കിനാവിൻ മുത്തിനെ വാഴ്ത്തും. ആ ഞാൻ തുന്നുണ്ട് നോട്ടില്ലേ, ലാൻഡിങ് നോട്ട് മാറിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ വിരലാലെ, അത് സെയിം ചരണത്തിൽ അതേ പോർഷൻ, അവിടെയും നോട്ട് കറക്റ്റായിട്ട് വരുന്നില്ല. പിന്നെ നീലമേഘമേ നീ അറിഞ്ഞു ഇന്നേ കല്യാണം, അത് ശ്രുതി പ്രശ്നമായി. പിന്നെ സൂര്യൻ എന്ന പോലെ, അതെങ്ങനെയാ? അകലെ മലയോരം വരുമീരതമേതോ ഒരു നൂറാസൂര്യൻ എന്ന പോലെ മെല്ലെ. അതും കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്നാലും ഇത്രയൊക്കെ ഒപ്പിച്ച് ഇത്രയൊക്കെ പാടിയില്ലേ? അത് ഭയങ്കര സംഭവമാണ് അതൊക്കെ കേട്ടോ. ഇപ്പൊ എത്രയിലായി? 3ലേക്ക് ആവുന്നതേ ഉള്ളൂ. കുരുന്ന് പെൺകൊടി
വലിയ ക്ലാസ്സാ. വലിയ ക്ലാസ്സാ. അതെ 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 അതെ. ഉണ്ടോ ഇത് 2 വർഷം മുന്നേ അല്ലേ ഗ്ലുമ് പോയി എന്ന് പറഞ്ഞേ? അല്ല എന്തായിരുന്നു? അല്ല തന്നെ ഫീൽ കൊടുക്കാൻ തുടങ്ങി. തന്നെ ഫീൽ കൊടുക്കാൻ അത് 6 പഠിച്ചത് വയസ്സുള്ളപ്പോ തന്നെ തുടങ്ങിയതാണ്. 6 വയസ്സുള്ള 6 വയസ്സ് 6 വയസ്സ്. ഇപ്പൊ 8 വയസ്സായി അല്ലേ? 8 വയസ്സായിട്ടില്ല. ആവണു ആവാൻ ആവണേ പോകുന്നു. ഉള്ളൂ. എന്നിട്ട് ഇത്ര ഫീല്. ഒരു വർഷവും 10 മാസം കൊണ്ട് എന്തോരം പ്രോഗ്രസ്. അതെ അതെ, അതെ, അയ്യോ. അതെ, അതെ. ഇങ്ങനെ ഫീലൊക്കെ കൊടുത്ത് ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോ എന്തായിരിക്കും പാട്ട്? ഫീലും ആവും അല്ലേ? ആ നല്ല ഫീലും അതെ ആയിരിക്കും. അതെ 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 അതെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു ട്ടോ. മധുവങ്കലിന് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഈ പ്രായത്തിൽ ഈ പാട്ട് ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. ഓക്കെ, വെരി ഗുഡ്. എസ്തർ ബേബി എന്തോ എന്ത് കോൺഫിഡൻസാ എസ്തർ ബേബിക്ക് ഇത് പാടുമ്പോ. ആ നല്ല രസമുണ്ട് ആ പെർഫോം ചെയ്ത് ആ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി നിന്ന് പെർഫോം ചെയ്യുന്ന കാണാം കേട്ടോ. നല്ല കോൺഫിഡൻസ്. ആ പാട്ട് അക്ഷരങ്ങളൊന്നും വായിൽ കൊള്ളുന്നില്ലെങ്കിലും അത് ആ കോൺഫിഡൻസോടുകൂടി ആ പ്രസന്റ് ചെയ്യുന്നതിലുള്ള ഒരു ഭംഗി Yes. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിട്ട് കേട്ടോ. സെലസ്റ്റിയൽ അല്ലേ? വെരി വെരി വെരി. പിന്നെ അതിനനുസരിച്ചിട്ട് ഈ ഗ്രൂവ് ചെയ്യുന്നതും നല്ല രസമാണ്. അത് ആ പാട്ട് അത്രത്തോളം ഉൾക്കൊണ്ട് പാടുന്നതുകൊണ്ടാണ് അതങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രൂവ് ചെയ്ത് പാടാൻ പറ്റുന്നത്. അതൊക്കെ നോക്കുമ്പോൾ മിടുക്കിയായിട്ട് പാടി കേട്ടോ. മാത്രമല്ല ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ്, നല്ല രസത്തിലുള്ള എക്സ്പ്രഷൻസ് ആണ് എസ്തർ ബേബി പാട്ടിന് കൊടുക്കുന്നത്. എനിക്കും തോന്നിയത് ഈ പറഞ്ഞ പോലെ ബ്രെത്ത് കുറേ വാക്കുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ബ്രെത്ത് ഇങ്ങനെ വലിക്കുന്ന എനിക്ക് ഇങ്ങനെ കേൾക്കാം മൈക്കിന്റെ ഉള്ളിലേ കൂടെ. ശ്രദ്ധിച്ചില്ലേ? ശ്വാസത്തിന് യാതൊരു ബുദ്ധിമുട്ടല്ല. ഒരു പ്രശ്നമില്ല. ഗ്ലും ഉണ്ടായിരുന്നില്ല. ഗ്ലും ഇപ്പൊ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്വാസതടസ്സം ഉണ്ടായില്ല. കണ്ടോ? അല്ല അത് ശരിക്കും അത്ഭുതമാണ്. അതെ അത് വലിയൊരു അത്ഭുതമാണ് മീനൂട്ട. അത് ശരിക്കും എസ്തർ ബേബി എന്ന് പറയുമ്പോൾ നമ്മള് ഗ്ലും ഒരു മിനിമം ഒരു 2-3 ഗ്ലും വരുന്ന സ്ഥലത്ത് ഇപ്പൊ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ Transformation ആണത്. എപ്പിസോഡിൽ വഴി ഓടുന്നുണ്ടായിരുന്നു ഗ്ലും. ഗ്ലും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മീൻകുട്ടി, എന്തോ എസ്തർ കുട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് ഇന്ന് ലുക്ക്? ഏതുപോലെയാണ്? ഏഞ്ചൽ. ഏഞ്ചൽ. ആ വോയിസ് ഏഞ്ചൽ ഡിവൈൻ. ഡിവൈൻ. അപ്പൊ ഏഞ്ചൽ ലുക്ക്, ഡിവൈൻ വോയിസ്. ആ. അപ്പൊ നമ്മൾ എത്ര കൊടുക്കും? എത്ര കൊടുക്കും? 96.5 on 100. ഓക്കെ എസ്തർ കുട്ട, ടാറ്റാ. ഓക്കെ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി നമ്മുടെ MJ അങ്കിൾ എപ്പോഴും പറയുന്ന ആ കാര്യം പറയാൻ സമയമായി. അങ്ങോട്ട് പോകുമ്പോ കരിമം കണ്ട അത്രയും പറയുമ്പോഴേ ഓർമ്മ വരും. ഇങ്ങോട്ട് വരുമ്പോ തിരുമം കരുവല്ലം. നമ്മുടെ സുപ്രഭാത എത്താണ്. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് മധു അങ്കിൾ, ഹായ്, കൊറേ നാളായാലും ഞാൻ പറയാൻ അങ്ങോട്ട് വരികയായിരുന്നു. അപ്പത്തേക്കും പറഞ്ഞു. അപ്പത്തേക്ക് ഇങ്ങോട്ട് പറഞ്ഞു. എവിടെയായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ വിശേഷം ഞാൻ തിരിച്ചു ചോദിക്കാം. മധുങ്ങൾ കുഞ്ഞുമാവ ഉണ്ടായി, അനിയത്തി ഉണ്ടായി. ആണോ? ആ. ഓ അത് ശരി. എന്താ അനിയത്തിയുടെ പേരെന്താട്ടത്? അക്ഷിത. അക്ഷിത. ആഹാ, കൊള്ളാലോ. മുട്ടായി ഒക്കെ കൊടുത്തിരുന്നു, പക്ഷെ മധു അങ്കിളിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അത് മിഠായി ചീത്തൊന്നും ആയി പോവില്ല, കൊണ്ടുവന്നാ മതി. അത്ര പെട്ടെന്ന് ചീത്തയാവില്ല. ഓക്കെ ഓക്കെ. അത് ഞാനും അമൃത കുട്ടി മാത്രം ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് അർഹതയില്ല. ജയ് തിരുവനന്തപുരം. ആ, അത്. അത് പോയിന്റ്. പക്ഷെ ഞങ്ങളുടെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ അധികാരം ഉണ്ട്. അധികാരമുണ്ട്. അതെ, പങ്കുണ്ട്. നിങ്ങൾക്ക് അധികാരമുള്ള, ഇനി നമുക്ക് അഹങ്കാരമുണ്ട്. അഹങ്കാരം പാടില്ല, അഹംബോധമാണ് വേണ്ടത്. എപ്പോഴും പറയാറില്ലേ എന്നെ കോപ്പി അടിച്ചു. അഹംബോധം. ഓർമ്മയില്ലേ? എന്നെ കോപ്പി അടിച്ചു. അതെ. പോട്ടെ വെട്ടുകള്. അതല്ലേ വീനുട്ടി അത് പോയിന്റ്. എപ്പോഴും പറയണതല്ലേ. അപ്പൊ അഹംബോധം കൊണ്ടാണ് നമ്മുടെ അമൃത കുട്ടി എന്താണ് പാടുന്നത്? പൊന്നോല തുമ്പിൽ പൂവാലി തുമ്പി. എന്താരത്തിരി പൂന്താരിത്തുമ്പി ആട്. അതെ, തുമ്പേ ആടൊക്കെ പാട്ടാണിത്. ആണല്ലേ? ആ പാട്ടാണ്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ആട് എവിടെയാണ് മെഞ്ഞ് നടക്കണേ? മലര് മോള്. മലയുടെ മുകളിലോ? അല്ല, പാടത്ത്. ഒന്ന് പാടല്ല, മറ്റേ ഇത് പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത്. അപ്പൊ ആട് നീ എത്ര ആടുണ്ട് ഇതില്? എത്ര ആടുണ്ട്? ഇല്ല, 4 അല്ലേ ഉള്ളൂ. ഒറ്റ ആട് വരിയില്. ആട് നീ നീ ഒറ്റ വരിയില്. അതാണ്. പിന്നെ ആടുണ്ടോ? പിന്നെ അഴകിൻ പിന്നെ വരുന്ന ആട്. പല്ലവിയിലൊക്കെ വരുന്ന ആടുകൾ. അങ്ങനെ കുറെ ഓക്കെ. ഉണ്ട്. അപ്പൊ എന്താണ് ഡീറ്റെയിൽസ്? സിനിമ മഴവില്ല്, വർഷം 1999,
ലിറിക്സ് കൈതപ്പുറം സാർ, മ്യൂസിക് മോഹൻ സിത്താര സാർ, പാടിയത് ചിത്രാമ്മയും യേശുദാസ് സാർ. വെരി ഗുഡ്. എന്തായാലും ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂം, അതെ, നല്ല എനിക്ക് വളരെ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. കേട്ടോ. നല്ല താമരപ്പൂ പോലെ. ധാവണിയല്ലേ? ധാവണിയല്ലേ? കാണാൻ. അതെ, ധാവണി. വെരി ഗുഡ്, വെരി ഗുഡ്. Yes. Thank you. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് All the യു. best, all the best. താങ്ക് യു. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൽ പൂഞ്ചോലാടാട്, നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി പോയി പോയേനെ, നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൽ പൂഞ്ചോലാടാട്. അന്നൊരു നാളിൽ നിന്നനുരാഗം പൂ പോലെ എന്നെ തഴുകി, ആ കുളിരിൽ ഞാൻ ഒരു രാക്കിളിയായി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു, മിഴികൾ പൂവനമായി അധരം തേൻകണമായി ശലഭങ്ങളായി നമ്മൾ പാടി മന്മഥഗാനം. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, ആട് ആട് നീ ആടാട്. നിൻ പൂവിരലിൽ പൊന്മോതിരമായി നീയോട് ചേർന്നു ഞാൻ നിന്നു, ഏതോ പുണ്യം മാംഗല്യവുമായി സ്വയംവരപ്പന്തലിൽ വന്നു, അസുലഭരജനികളിൽ മധുവിധുരാവുകളിൽ വസന്തമാം പൂങ്കൊമ്പിൽ നമ്മൾ തേൻമലരുകളായി. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൽ പൂഞ്ചോലാടാട്, നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി പോയി പോയേനെ, നീയില്ലെങ്കിൽ സ്വപ്നം
ആഹാ സൂപ്പർ സൂപ്പർ Beautiful. വെരി ബ്യൂട്ടിഫുൾ അടിപൊളി. വെരി നൈസ് വെരി നൈസ്. മിനുട്ടി എന്തോ ഒരു കാപ്പി കുടിക്കാനും സമ്മതിക്കൂലേ? കുടിച്ചോ? ആ. ഞാൻ ഒന്നും എതിർത്തില്ലല്ലോ. Okay. കുടിച്ചോ. ആര്യ ചേച്ചി ഇതേ സമയം ആര്യ ചേച്ചിയും കാപ്പി കുടിക്കണം. ഒന്നൊക്കെ 3 പേർക്കും ഒരേ സമയത്ത് കാപ്പി കുടിക്കണം. അത്ര ഒത്തൊരുമ നല്ലതല്ല കേട്ടോ. ഇറ്റ്സ് കോഫി ടൈം നൗ. എന്തുകൊണ്ടാ? അത് അമൃതക്കുട്ടി എത്ര നന്നായി പാടിയോണ്ടാണ് ഇത്ര റിലാക്സ്ഡ് ആയി ഫീൽ ചെയ്യുന്നത്. അതിനോട് കണ്ടോ, താങ്കൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിരുന്ന് ജഡ്ജ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. എന്താ കോഫി കുടിക്കുന്നതോ? അങ്ങനെ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ അമൃതക്കുട്ടി പറഞ്ഞു നന്നായിട്ട് കോഫി പാടി. കുടിക്കാൻ ആര് പറഞ്ഞു നന്നായിട്ട് പാടിയെന്ന്? നന്നായി പാടിയല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആർക്ക്? പ്രേക്ഷകരാണ് മെയിൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ബേസിക്കലി ഇഷ്ടമായി. അല്ല ഇതിപ്പോ നമ്മൾക്ക് ജഡ്ജ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അതാ പറഞ്ഞ ചെയ്യങ്ങോട്ട് ആ. അങ്ങ് ചെയ്യൂ കുമാരേട്ടാ. എന്താ ഇപ്പൊ പ്രശ്നം? ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നമില്ല. അത് കൊടുത്തു. യെസ് അമൃതക്കുട്ടി, എന്തോ സുപ്രഭാതം. എന്തോ അക്ഷിതയുടെ ചേച്ചി എന്തോ ഉഗ്രനായിട്ട് പാടി. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. Thank സൂപ്പർ ആയിട്ട് you. പാടി ട്ടോ. ഇതന്നെയല്ലേ ഞാനും പറഞ്ഞോളൂ. നല്ല ക്യൂട്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. നല്ലൊരു ഹസ്കി വോയിസ്. അതില് ഫുൾ കംപ്ലീറ്റ് ആ ശബ്ദത്തിൽ ആണ് ഈ പാട്ട് പാടിയത് ആ. അല്ലേ? ആ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പാടി. ചെറിയ മൈന്യൂട്ടായിട്ട് അവിടെയൊക്കെ ചെറിയ ശ്രുതി പ്രശ്നം എനിക്ക് തോന്നി. ചില ലാൻഡിങ് നോട്ട്സിൽ പ്രത്യേകിച്ച് ഈ അനുപല്ലവിയുടെ ഉണ്ട് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ തോന്നി. പിന്നെ എനിക്ക് അനുപല്ലവി കഴിഞ്ഞിട്ട് നിർത്തിയ പല്ലവി ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ചില ഭാഗങ്ങളൊക്കെ ആഹാ ആഹാ എന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. എല്ലാ ആവശ്യമുണ്ടോ അതിൻ്റെയൊക്കെ? ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അമൃതക്കുട്ടി, എന്തോ കുഞ്ഞാവേനെ ആലോചിച്ചോ ഈ പാട്ട് പാടുമ്പോ? ആ ആ. ആദ്യം എന്തായിരുന്നു മനസ്സിൽ? എന്തായിരുന്നു പറയാട്ടോ. മനസ്സിൽ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. ഒന്നും ആലോചിച്ചില്ല. ഏ? ഒന്നും ആലോചിച്ചില്ല. ചിറ്റി ചിറ്റി ശരിക്കും ആലോചിച്ചോ? ഇല്ല, ശരിക്കും ആലോചിച്ചില്ല. ആലോചിച്ചില്ല. ശരിക്കും ഒന്നും ആലോചിച്ചില്ല ഇല്ല. അല്ലേ? പക്ഷെ ഭയങ്കര പാട്ടിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ശ്രദ്ധ അവിടെ. നമ്മള് തിരുവനന്തപുരത്തുകാര് ഉള്ളതുപോലെ പറയും. ഓ അമൃതക്കുട്ടി എന്തോ നല്ല കാം ആൻഡ് കമ്പോസ്ഡ് ആയി നിന്ന് പാടി അമൃതക്കുട്ടി. അതാ ഞാൻ ചോദിച്ചത് എന്താണ് മനസ്സിൽ ആലോചിച്ചത് എന്ന്. കാരണം ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ഒരു ഹറി ഇല്ലായിരുന്നു. ഇപ്പൊ ആദ്യം ആ പല്ലവി പാടിയതൊക്കെ ആ മീറ്റർ കറക്റ്റ് ആയിരുന്നു പാടി. യെസ്. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പി കറക്റ്റ് ആയിരുന്നു അത്. അത് ആ പാട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അതിന്റെ ആ കറക്റ്റ് മീറ്ററിൽ പാടി അതിന്റെ ആ ഭംഗി ഫസ്റ്റ് തന്നെ അമൃതക്കുട്ടി ഞാൻ പാടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ കാലുറപ്പിച്ച് അവിടെ ഒരു നൃത്തമായിരുന്നു. അത് സൂപ്പറായിരുന്നു അത് താങ്ക് യു. കേട്ടോ. എനിക്ക് മെയിനായിട്ട് തോന്നിയത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ശബ്ദവും ഒരു നല്ല ബ്യൂട്ടിഫുൾ ഹസ്കി ആയിട്ടുള്ള നല്ല കേൾക്കാൻ നല്ല സുഖമുള്ള വോയിസിൽ ഈ കാമൻ കമ്പോസ്ഡായി നിന്ന് പാടിയപ്പോ കിട്ടിയ ഒരു പ്രത്യേക സുഖം, അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറം ഒരു സുഖമായിരുന്നു അത് കേൾക്കാൻ വേണ്ടി. താങ്ക് യു. അതുകൊണ്ട് ഞാൻ വേറെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ പിച്ച് പോയതൊന്നും അറിഞ്ഞില്ല സത്യം പറഞ്ഞ കേട്ടോ. അമൃതക്കുട്ടിയുടെ ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ടേക്ക് കയറി പോകുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ഫീൽ ചെയ്യാനുണ്ട്. ആദ്യം പാടിയ അമൃതക്കുട്ടിയല്ല, ഇപ്പൊ എല്ലാവർക്കും ഒരു എന്താ പറയാ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് നമ്മുടെ അമൃതക്കുട്ടി മാറുന്നുണ്ട്. ഓക്കെ, കീപ് അപ്പ്, ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ പ്രാക്ടീസ് നടക്കട്ടെ കേട്ടോ. താങ്ക് യു. ഇനി തിരുവനന്തപുരത്തുകാരൻ പറ. തിരുവനന്തപുരത്തുകാര് പാടുമ്പോഴത്തേക്കും പ്രത്യേകതകളുണ്ട്. എന്താ നമ്മള് പാടുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ തന്നെ ദേഷ്യം വരുന്നു. പറഞ്ഞു തിരുവനന്തപുരത്തിനെ തൊട്ട് കളിച്ചാ ഇല്ല ഒന്നും പറഞ്ഞു. പറച്ചിലേട്ടാ തോന്നും ഫുൾ തിരുവനന്തപുരം, പകുതി തിരുവനന്തപുരം ഉള്ളൂ. എന്നാലും തിരുവനന്തപുരല്ലേ? പകുതി തിരുവനന്തപുരം ഉള്ളൂ, പകുതി അവിടെ പാലക്കാട് തൃശ്ശൂർ കിടക്കുക. ഞാൻ പകുതി അവിടെ പതി. സുപ്രഭാതവും ഞാനും കൂടെ ചേരുമ്പോഴത്തേക്കും ഫുള്ളായി. ഒന്ന് വലിയൊന്ന് മധു എന്തോ മിണ്ടായിട്ടിരുന്നോ? ചിപ്രഹോ. അപ്പൊ നമ്മള് ഈ തിരുവനന്തപുരത്തുകാര് പാടുമ്പോ ഈ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പാടുമ്പോ അത് നമുക്ക് വീക്ക്നെസ് അല്ല, അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. കാരണം പവറിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ്. മനസ്സിലായോ? അപ്പൊ വേറൊരു ജില്ലയിൽ നിന്ന് ഒരാൾ പാടിയാലോ? അതിക്കൊണ്ടൊന്നുമില്ല. ഓക്കെ, മനസ്സിലായോ? പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഓരോ നോട്ടിനെയും നമ്മൾ കെട്ടിപ്പിടിച്ചോണ്ടാണ് നമ്മൾ പാടുന്നത്. വേറെ ജില്ലയിൽ നിന്ന് ശരിയാവില്ല. ഇച്ചിരി മാറ്റി നിർത്തും. പിന്നെ ഈ ഗ്രൂവിനല്ലേ, ഗ്രൂവ് മായന്നൂരിൽ ആരെങ്കിലും വന്ന പാടിയാലോ? ഇവിടെ വരത്തും മൊത്തത്തിൽ കെട്ടിപ്പിടിക്കില്ല. പിന്നെ തിരുവനന്തപുരത്തുകാരുടെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഗ്രൂവില്ലേ, ഈ 1 2 3 അതിനെ ലൈഫായിട്ട് കൺവേർട്ട് ചെയ്യും. ലൈഫായിട്ടോ?
ഗ്രൂവ് ബിക്കംസ് ലൈഫ്. ഉം. അത് അങ്ങനെ പാടാൻ കഴിവുള്ള ആൾക്കാരാണ് ആര്? തിരുവനന്തപുരം. ആ, തിരുവനന്തപുരത്തുകാർ. അതൊക്കെ ഇന്ന് അമൃതക്കുട്ടിയുടെ പാട്ടിലുണ്ടായിരുന്നു. താങ്ക് യു. അപ്പൊ ഓരോ നോട്ടിലും ഓരോ ഇമോഷനിലും തിരുവനന്തപുരം വന്നങ്ങ് വാരി വെതറിയിട്ടില്ലേ? അത് എനിക്ക് ഭയങ്കര അഭിമാനമായിട്ടാ. ആ, നമ്മുടെ തിരുവനന്തപുരംകാർക്ക് അല്ല തിരുവനന്തപുരം അല്ല കാർക്കോ? ഇതൊക്കെ തിരുവനന്തപുരക്കാരുടെ പ്രത്യേകതയാണ്. ഇത് മറ്റൊരു പ്രത്യേകത. അപ്പൊ ജയ് തിരുവനന്തപുരം. ആ. ആ, പിന്നെ അമൃതക്കുട്ടി ഇന്ന് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് സിംപ്ലിസിറ്റി എന്നുള്ളത് മൊത്തം പാട്ടിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. Yes, yes, yes. Yes. ആ. അത് തണ്ടർഫുൾ ആണ്. താങ്ക് യു. എന്താണ് സിംപ്ലിസിറ്റി. എന്താണത്? Wonderful ആണ്. Wonderful. വണ്ടർഫുൾ. ആ, തണ്ടർഫുൾ. ഓ. അത് സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുക. വണ്ടർഫുൾ ആണെന്ന്. അത് മറ്റു ജില്ലക്കാർ. ആ, ഇത് നോക്കിക്കോ. ഇത് തിരിച്ചു കിട്ടും കേട്ടോ അതെ, എല്ലാവർക്കും. അതെ, അതെ. അതെ. അപ്പൊ അമൃതക്കുട്ടി അങ്ങനെ ഈ പാട്ടിനെ ആ സിമ്പിൾ ആയിട്ട് അതിനെ അഭിമുഖീകരിച്ചത്, സിമ്പിൾ ആയിട്ട് പാടിയത്, അത് വളരെ മെലോഡിയസ് ആയിരുന്നത്. മെലോഡിക് റെസണൻസ് എന്ന് പറഞ്ഞ സാധനം കൃത്യമായിട്ട് ഇന്ന് ഈ പാട്ടിൽ ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് അന്നൊരു രാവിൽ നിന്നനുരാഗം പൂ പോലെ എന്നെ തഴുകി എന്ന് പാടിയത്. അത് ശരിക്കും നമ്മൾ ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ആ നോട്ട്സ് ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അമൃതക്കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സ്നേഹിച്ച് വാമായിട്ട് അവരെ കൊണ്ടു നടന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് അത്രയും നന്നായത്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അസുലഭ രജനികളിൽ മധുവിധു രാവുകളിൽ വസന്തമാം പൂക്കൊമ്പിൽ നമ്മൾ തേൻ മലരുകളായി. ആ ലൈനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിരുന്നു. ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ ഒരു 2-3 ബ്രഷിന്റെ ഒരു 2-3 സ്ട്രോക്കില് ഒരു മൊത്തം ഒരു ചിത്രം വരുന്ന പോലെ വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു പാട്ടിന്റെ സൃഷ്ടി കൂടെയാണ് ഇത് മോഹൻ ചേട്ടന്റെ. വെരി ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ പോകും. അത് ഞാൻ ഈ പ്രണയം എന്ന് പറഞ്ഞ സിനിമ ഈ പാട്ടില്ലേ അതിന്റെ ഇന്റർവ്യൂഡിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അതെ. അതും ഇത് ഒന്ന് ഇൻസ്പയർ ചെയ്തു. അപ്പൊ ഇത് ഇപ്പോ മോഹൻ ചേട്ടന്റെ ആ BGMല് അതിന്റെ ചില ഛായകൾ പോലെ വളരെ വണ്ടർഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോ അത്രേ ഉള്ളൂ. അമൃതക്കുട്ടി, അമൃതക്കുട്ടി, എന്തോ ഇന്ന് അമൃതക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് വല്ല ധാരണയുമുണ്ടോ? ധാരണയുണ്ടോ? പിടിയുമുണ്ടോ? എത്രയായിരിക്കും? ഒന്ന് ഗസ് ചെയ്തേ. ഓ, ഞങ്ങള് പറയണ കേട്ടിട്ടുണ്ടാവും, എന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 99 അത്രയും കൊടുക്കണ്ട. മധു 98 കൊടുക്കും. ഇത്രയും നേരം എനിക്ക് ഞാൻ നിനക്ക് നീ നിനക്ക് ഞാൻ എനിക്ക് നീ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ട് മറന്നുപോയി. ജയ് തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് അമൃതക്കുട്ടി പറഞ്ഞത് തന്നെയാണ് 99. അമൃതക്കുട്ടിയാണ് പെർഫോമർ ഓഫ് ദ ഡേ. തിരുവനന്തപുരം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് നടന്നു വരുന്നത്. ഒന്ന് ക്ലോസ് അപ്പ് എടുക്കണേ. നമ്മൾ തിരുവനന്തപുരത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് പല്ല് തേക്കും. ഓ, ആണോ? തിരുവനന്തപുരംകാർ നല്ല ഉടുപ്പിടും. അതുകൊണ്ട് കിൻഡർ ബോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പ് അമൃതക്കുട്ടിക്ക്. ജയ് തിരുവനന്തപുരം. പിന്നെ നന്നായി പല്ല് തേക്കാൻ കിൻഡർ ബോക്സ് അല്ല വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ്. നന്നായി പല്ല് തേക്കാൻ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ്. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ജയ് തിരുവനന്തപുരം. ഓക്കേടാ, ജയ് തിരുവനന്തപുരം. ബൈ. ബൈ. ടാറ്റാ. ബൈ ബൈ. ബൈ.